ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ജൂൺ 29. പാപത്തിൽ നിന്നും ഓടുക. യൗവന മോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനവും ആചരിക്കാം. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 22-ാം വാക്യം. ഈ വേനൽക്കാലത്ത് 2 തവണ ഞാൻ പാർത്ഥനീയം ചെടിയാൽ കോൺഗ്രസ് പച്ച വിഷമിച്ചു. 2 തവണയും ഞാൻ മുറ്റത്തെ ചെടികൾ ചെത്തി വെടിപ്പാക്കുകയായിരുന്നു. 2 തവണയും വെളുത്ത പൂക്കളുള്ള ഈ ശത്രുവിനെ ഞാൻ അടുത്ത് കണ്ടു. അതെന്നെ ബാധിക്കാതെ തന്നെ അതിൻ്റെ അടുത്ത് പോകുവാൻ കഴിയുമെന്ന് ഞാൻ കരുതി. എനിക്ക് തെറ്റുപറ്റിയെന്ന് ഒട്ടും വൈകാതെ തന്നെ ഞാൻ മനസ്സിലാക്കി. ആ പച്ച വിഷച്ചെടിയുടെ അടുത്ത് ചെല്ലുന്നതിന് പകരം ഞാൻ മാറണമായിരുന്നു. പഴയ നിയമത്തിൽ യോസേഫിൻ്റെ കഥയിൽ വിഷത്തെക്കാളും മോശമായ പാപത്തിൽ നിന്ന് ഓടി മാറുന്നതിൻ്റെ മാതൃകാ പ്രമാണം നാം കാണുന്നു. അവൻ ഈജിപ്തുകാരനായ അധിപതിയുടെ വീട്ടിൽ താമസിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അവനെ വശീകരിക്കുവാൻ നോക്കിയപ്പോൾ യോസേഫ് അടുത്തേക്ക് പോയില്ല. അവൻ ഓടി മാറി. അവൾ അവനെതിരെ വ്യാജപരാതി നൽകി കാരാഗൃഹത്തിലേക്ക് വലിച്ചിഴച്ചെങ്കിലും യോസേഫ് ആ കാലയളവിലെല്ലാം ശുദ്ധിയുള്ളവനായിരുന്നു. അങ്ങനെ ഉൽപ്പത്തി 39:21 നാം കാണുന്നത് പോലെ യഹോവ യോസേഫിനോട് കൂടെയിരുന്നു. പാപം നമ്മുടെ അടുത്തുള്ളപ്പോഴും അതിൽ നിന്നും അകന്നു മാറുവാനും ദൈവത്തിൽ നിന്ന് അകറ്റുന്ന സാഹചര്യങ്ങളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും ഓടുവാനും ദൈവം നമ്മെ സഹായിക്കും. 2 തിമോത്തിയോസ് 2:22 പൗലോസ് എഴുതുന്നു, യൗവന മോഹങ്ങളെ വിട്ടോടുക. അതുപോലെ 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 18 ദുർനടപ്പ് വിട്ടോടുവീനെന്ന് പൗലോസ് പറയുന്നു. ദൈവത്തിൻ്റെ ശക്തിയാൽ നമ്മെ അപായപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഓടിമാറാം. ചിന്തിക്കുക, നിങ്ങൾ ഓടിമാറിയില്ലെങ്കിൽ നിങ്ങളെ അപായപ്പെടുത്തുന്ന വിഷവള്ളി എന്താണ്? അതിൽ നിന്നും ഓടുവാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അവിടുന്ന് എൻ്റെ ഹൃദയത്തെ അറിയുകയും ഞാൻ ഏതിലേക്കാണ് അടുക്കുന്നതെന്നും അറിയുന്നുവല്ലോ. തിരിഞ്ഞു നോക്കാതെ പാപത്തിൽ നിന്നും ഓടുവാൻ എന്നെ സഹായിക്കണമേ. അങ്ങേക്കും എനിക്കുമിടയിൽ മറ്റൊന്നും വരാതെ വണ്ണം എനിക്ക് ധൈര്യവും ജ്ഞാനവും നൽകണമേ. ആമേൻ.